മിനിസ്റ്റർ ബിന്ദു കൃഷ്ണ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ബിന്ദു കൃഷ്ണ, എങ്ങനെയാണ് ഈ അപകടം നടന്നതിനെ പറ്റി ഒരു വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഔദ്യോഗികമായിട്ട് നമുക്ക് എന്തെങ്കിലും സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങളുണ്ടോ? തീർച്ചയായും രാവിലെ മണ്ണ് കയറ്റി വന്ന ലോറിയാണ് ബസ് കാത്തു നിന്നവരുടെ ഇടയിലേക്ക് പാഞ്ഞു കയറിയത്. 5 പേർ ലോറിയുടെ അടിയിൽ പെട്ടു എന്നാണ് പ്രാഥമികമായി കിട്ടിയ വിവരം. അതിൽ 3 പേർ മരണപ്പെട്ടു. 2 പേർ മുതിർന്നവരും 16 വയസ്സ് തോന്നിക്കുന്ന ഒരു കുട്ടിയുമാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കുണ്ട്. ഒരു മുതിർന്ന ആളിന് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ട്. മറ്റ് 3 കുട്ടികൾക്ക് മൈനർ ഫ്രാക്ചേഴ്സും ഉള്ളതായിട്ടാണ് ആദ്യ റൗണ്ടിൽ കിട്ടിയ വിവരം. ഏറെ വേദനാജനകമാണ്. മിനിസ്റ്റർ, അപ്പോൾ ഈ മരണം സംഭവിച്ചു എന്ന് പറയുന്നത് 3 പേരിൽ 2 പേർ മുതിർന്നവരാണ്. 2 പേർ മുതിർന്നവരാണ് എന്നാണ് ആരോഗ്യ വൃത്തങ്ങളിൽ നിന്ന് അറിഞ്ഞത്. ഓക്കെ, അപ്പൊ അപകടത്തിൽപ്പെട്ടത് ഒരു വിദ്യാർത്ഥിയാണ്. അതെ അതെ, മറ്റൊരു വിദ്യാർത്ഥിനിക്ക് ഗുരുതരമായി പരിക്കുണ്ട്. മറ്റു 3 വിദ്യാർത്ഥികൾക്ക് മൈനർ ഇഞ്ചുറീസും ഉള്ളതായിട്ടാണ് സംഭവ സ്ഥലത്ത് നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ അപകടത്തിന്റെ സാഹചര്യം എന്തായിരുന്നു എന്നുള്ളതിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ മിനിസ്റ്റർക്ക്? അങ്ങനെ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ദൃക്സാക്ഷികൾ പറയുന്നത് അമിത വേഗതയായിരുന്നു എന്നാണ്. ഈ ലോറി ഓവർലോഡ് ആയിരുന്നോ? ഓവർലോഡ്, അമിത വേഗതയാണെന്നാ പറഞ്ഞത്. ഓവർലോഡ് ആണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇതിപ്പോൾ അപകടം സംഭവിച്ചപ്പോൾ ചോദിക്കുന്നതല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഈ ഇതിലൊക്കെ ചില നിയന്ത്രണങ്ങൾ വേണ്ടി വരേണ്ട സാഹചര്യമൊക്കെ ഇപ്പോൾ നേരത്തെ മുൻ ഐഷ പോറ്റി സംസാരിച്ചു. അപ്പോൾ അവരും പറഞ്ഞത് ഈ ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ് പല ടിപ്പർ ലോറികളുടെയും ഈ സഞ്ചാരം. നമ്മൾ ഇപ്പോൾ 2 വീലറിൽ പോകുന്ന ആളുകൾക്ക് അരികിലൂടെ ഒരു ടിപ്പർ ലോറി പോകുമ്പോൾ പോലും ഭയം തോന്നാറുണ്ട് പലപ്പോഴും, അതും കൂറ്റൻ ടിപ്പർ ലോറികളൊക്കെ. ഇതിലൊക്കെ ചില നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ കൊണ്ടുവരേണ്ട സാഹചര്യമായിട്ടില്ലേ മിനിസ്റ്റർ? നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇത്തരം അപകടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകേണ്ടതാണ്. റൈറ്റ്, ഓക്കെ. എന്നാലും വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചതിന്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ അതിൽ 2 പേരുടെ മരണം അത് മുതിർന്നവരാണ്. 3 പേരാണ് ആകെ മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കാൻ കഴിയുന്നതെന്ന് മിനിസ്റ്റർ പറയുന്നു. അതിൽ 3 കുട്ടികളല്ല, 2 മുതിർന്നവരാണ്. അതിൽ ഒരു വിദ്യാർത്ഥിയാണ്, ഏറെക്കുറെ 16 വയസ്സ് തോന്നുന്ന ഒരു വിദ്യാർത്ഥി എന്നാണ് മിനിസ്റ്റർക്ക് ലഭ്യമായിട്ടുള്ള വിവരം. പ്രദേശവാസി രാമകൃഷ്ണപിള്ള ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാമകൃഷ്ണപിള്ള, താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? കണ്ടിരുന്നോ അവിടെ സാഹചര്യം? അറിഞ്ഞാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. 7 മണിയോട് കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. അമിത വേഗത്തിൽ അവിടെ ചെന്നപ്പോൾ അന്വേഷിച്ചപ്പം അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അമിത വേഗത്തിൽ വന്ന വാഹനമാണ്. 6 മണി മുതലേ കുട്ടികൾ പള്ളിക്കൂടങ്ങളിൽ പോകാൻ വേണ്ടി അവിടെ നിൽക്കാറുണ്ട്. ഈ വാഹനത്തിൽ അമിത ലോഡായിരുന്നു. അമിതമായ ലോഡുമായിട്ടാണ് വന്നത്. യാതൊരു നിയന്ത്രണവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ എന്നും ഇല്ലാത്തതിന്റെ ഒരു പോരായ്മയാണ് ഇതൊക്കെ നടക്കുന്നത്. എല്ലാ ദിവസവും പല പ്രാവശ്യവും ഞാൻ അധികാരികളുടെ അടുത്ത് മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ 8 മണിക്ക് മുമ്പ് അമിത വേഗത്തിൽ വാഹനങ്ങൾ ഇങ്ങനെ മണ്ണടിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്നുള്ളത്. അതൊക്കെ നിസ്സാരമായിട്ടാണ് ഗവൺമെന്റ് കാണുന്നത്. പാസ് ഉണ്ടെന്നാ പറയുന്നത്. പാസൊന്നും ഇല്ലാതാണ് ഇത് കൊണ്ടുപോകുന്നത്. പോലീസിന്റെയും അതുപോലെ തന്നെ വില്ലേജിന്റെയും ഒക്കെ ഒത്താശയോടുകൂടിയ ഈ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നത്. വളരെ കഷ്ടമായി പോയി എന്നുള്ളതാണ് പ്രധാനമായ വിവരം. അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. സ്ഥിരമായി ഞാൻ അപകടത്തെ പറ്റി ചോദിക്കട്ടെ. ഈ മണ്ണ് പൂർണ്ണമായിട്ടും അവിടെ നീക്കിയോ? അവിടെ നിന്ന് ഇനി മണ്ണിനടിയിൽ ആരും ഇല്ല എന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞോ? മണ്ണ് ഇല്ല, പാറ കിടക്കുവാണ്. പോസ്റ്റ് ഉണ്ട്, ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി പാറ മാറ്റിക്കൊണ്ടിരിക്കുന്നു. പാറയ്ക്കടിയിൽ ഉണ്ടോ ഇല്ലയോ എന്നൊരു സംശയമാണുള്ളത്. മതിലിടിഞ്ഞാണ് അവിടെ ഈ പാറ കൂമ്പാരമായി കിടക്കുകയാണ്. മതിലും കെട്ടിടത്തിന്റെ ഒരു ഭാഗവും കൂടി ഇടിഞ്ഞാണ് അവിടെ കിടക്കുന്നത്. ഈ മിനിസ്റ്റർ ബിന്ദു കൃഷ്ണൻ നേരത്തെ പറഞ്ഞത് അതിൽ 2 മുതിർന്നവർക്ക് മരണം സംഭവിച്ചു, ഒരു വിദ്യാർത്ഥിയും മരണം സംഭവിച്ചു എന്നാണ്. ഒരു മുതിർന്നവരെ മരിച്ചിട്ടുള്ളൂ ഇതുവരെ. മറ്റേയാൾക്ക് സീരിയസ് ആണ്. 5 കുട്ടികളുണ്ട്. അതിൽ 3 കുട്ടികൾ മരിച്ചു പോയിട്ടുണ്ട്. അതായത് അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ മരണം സംഭവിച്ചു എന്നാണോ? മരണം സംഭവിച്ചു കഴിഞ്ഞു. കൈ പ്രത്യേകമായി മാറിയിരുന്നു.
അതിദാരുണമായ സംഭവമാണ്. ഇത് ഉണ്ടാവാതിരിക്കാൻ ചേട്ടാ, ഇത് അടിയന്തര ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ എത്ര വയസ്സുള്ള വിദ്യാർത്ഥികളായിരുന്നു അവര്? അറിയാമോ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നവർ? കഴിയുന്നില്ല. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെല്ലാം 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. സ്കൂളുകളിൽ പോകുന്ന, കോളേജിൽ പോകുന്നവരല്ല തിരക്കിയപ്പം, സ്കൂളുകളിൽ സ്കൂളുകളിൽ പോകുന്നവരല്ലേ? രാവിലെ ട്യൂഷനും പിന്നെ സ്കൂളിലും പോകുന്നതിന് വേണ്ടിയാണ് 6 മണി 6:30 മുതലേ ഇവിടെ ആളുകൾ നിൽക്കുമായിരുന്നു. അതിന് മുമ്പ് ഒരു ബസ് വന്ന് 9ഓളം കുട്ടികൾ പോയി രക്ഷപ്പെട്ടുപോയി. അല്ലായിരുന്നെങ്കിൽ അവർക്കും ഈ സ്ഥിതി ഉണ്ടായേനെ. ഇതിന് മുമ്പ് ഒരു ബസ് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു 9 പേര്. ഈ ഒരു ബൈക്ക് വന്നു, അതിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ പറയുന്നത് ശരിയാണോ? ബൈക്ക് ആണോ? ഒരു ബുള്ളറ്റ്, ബൈക്കല്ല ബുള്ളറ്റ്, ബുള്ളറ്റുകാരനെ ഇടിച്ചാണ് ഈ വണ്ടി ഇങ്ങോട്ട് കയറി അങ്ങ് പോകുന്നത്. അതായത് ബുള്ളറ്റുകാരന്റെ അശ്രദ്ധയാണ് അപ്പൊ പ്രശ്നം? അതെ, ബുള്ളറ്റുകാരൻ താലൂക്ക് ആശുപത്രിയിലുണ്ട്, മരിച്ചിട്ടില്ല. ഓക്കെ, അതായത് ബുള്ളറ്റ് വന്നു, ആ ബുള്ളറ്റിൽ ഇടിച്ച് വലിയ അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ലോറി ഡ്രൈവർ അത് വാഹനം വെട്ടിച്ചു, നേരെ നിയന്ത്രണം തെറ്റി ഈ ബസ് സ്റ്റോപ്പിലേക്ക് ഇടിച്ചു കയറി, അങ്ങനെയാണോ? നിയന്ത്രണം പറ്റി അയാൾ ഫോണിൽ വിളിച്ചോണ്ടിരുന്നാണോ എന്ന് സംശയം. ഫോണിലെല്ലാം ഈ ഡ്രൈവറെ ആരെങ്കിലും വിളിച്ച് സംശയം, ഡ്രൈവറെ ആരെങ്കിലും ഫോണിൽ വിളിച്ചിട്ടുണ്ടോന്നാ ഈ സമയത്ത് അശ്രദ്ധയോടെ ഇങ്ങനെ വരാൻ വന്നതുകൊണ്ട്. ഓവർലോഡാണ് ഇരുന്നത്. ഇപ്പം രാവിലെ പോലീസിനെയും റവന്യൂക്കാരെയൊക്കെ റവന്യൂവിനെയും പോലീസുകാരെയൊക്കെ പേടിച്ചാണ് അവർ ഈ 9 മണിക്ക് മുമ്പ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെയും ഡ്യൂട്ടിയിലുള്ള ഇവരും ഉണ്ടല്ലോ, റവന്യൂക്കാരും ഡ്യൂട്ടിയിലുണ്ടല്ലോ, അവരുടെയൊക്കെ ഒത്താശയോട് കൂടിയാണ് ചെയ്യുന്നത്. പുതിയ ഡ്യൂട്ടിക്കാർ വരുന്നതിന് മുമ്പ് വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇതൊക്കെ എനിക്ക് ചെയ്യാവുന്ന എല്ലാ കമ്മിറ്റികളിലും ശക്തമായി കളക്ടർ വിളിച്ച കോൺഫറൻസുകളിലും എല്ലാം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രദേശത്ത് ഈ വളരെയധികം മണ്ണെടുപ്പ് ധാരാളമുള്ള സ്ഥലമാണോ? മണ്ണെടുപ്പ് ധാരാളമായി നടന്നുകൊണ്ടിരിക്കുക. അവിടെ എല്ലാം പോയി അമ്പലപ്പുറം, വേലങ്കോണം, മുക്കാലമുക്ക്, അന്നൂർ ഈ പ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി മണ്ണെടുക്കുക. പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് വന്ന് പരിശോധനയൊക്കെ നടത്തിയിട്ടുമുണ്ട്. അവര് വിജിലൻസിനൊക്കെ പരാതി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മണ്ണ് അനധികൃതമായി എടുത്തുകൊണ്ട് പോകുന്നു. 2-3 പ്രാവശ്യം വിജിലൻസ് വന്ന് പരിശോധിക്കുകയൊക്കെ ചെയ്താ. പിന്നെ ഇത് തന്നെ സ്ഥിതി. ഈ രക്ഷാദൗത്യം എങ്ങനെയുണ്ടായിരുന്നു? വളരെ പെട്ടെന്ന് ചെയ്തോ ചേട്ടാ? രക്ഷാപ്രവർത്തനം വളരെ നാട്ടുകാരും ഫയർഫോഴ്സും വളരെ വേഗം വന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുക. അവർ അറിയുന്ന പറയുന്നത് ഇലക്ട്രിസിറ്റിക്കാരും വന്നിട്ടുണ്ട്. അതായത് ഈ മതിലിടിഞ്ഞുണ്ടായ പാറ അതിനടിയിൽ പെടാനുള്ള സാഹചര്യമുണ്ടോ? അത്തരമൊരു സംശയം മാത്രമല്ലേ? ഇനി എന്റെ പാറകടിക്കില്ലാതിരിക്കാനാണ് സാധ്യത. അവിടെ നിൽക്കുന്നത് പാറകടിക്കില്ലാതിരിക്കാനാണ് സാധ്യത. ഓക്കെ, അപ്പൊ എങ്ങനെയാ JCB? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.